കേരളത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ആവേശം അലയടിക്കുകയാണ്. സ്ഥാനാർത്ഥികൾ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. ജനവിധി തേടാൻ ഇത്തവണ നിരവധി സെലിബ്രിറ്റികളും ഉണ്ടെന്നുള്ളത് ശ്രദ്ധേയമാണ്. സ്ഥാനാർത്ഥി പട്ടികകൾ കൂടി പുറത്തു വന്നതോടെ പ്രചാരണം കൊഴുക്കുകയാണ്. സെലിബ്രിറ്റി സ്ഥാനാർത്ഥികളിൽ കൂടുതലും 2020 പാർട്ടിയിലാണ്. ഇതിനെതിരെ പ്രതികരിക്കുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ്. ബിഗ് ബോസിലെ ചില താരങ്ങൾ പ്രമുഖ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും സീറ്റ് ഒപ്പിച്ചെടുക്കാൻ തേരാപ്പാര നടന്നുവെങ്കിലും കാലിലെ ചെരുപ്പ് തേഞ്ഞതല്ലാതെ അവരെ ആരും ഇടയില തടുപ്പിച്ചില്ല. അവസാനം ഇവരൊക്കെ അഭയം തേടിയത് 2020 എന്ന പ്രാദേശിക കക്ഷിയിലാണ്. ബിഗ് ബോസ് വിന്നറായ അഖിൽമാരാരെ തൃക്കാക്കര മണ്ഡലം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് നിയോഗിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശനെ കണ്ട് തനിക്ക് മത്സരിക്കാൻ സീറ്റ് നൽകണമെന്നാവശ്യപ്പെട്ടപ്പോൾ അത് നിരസിച്ചതിന്റെ നീരസം കൊണ്ട് വി.ഡി. സതീശന്റെ മുഖത്ത് ചാണകം എറിയാൻ തോന്നിയെന്ന് അദ്ദേഹം പറഞ്ഞു. സാബു ജേക്കബിനെ കണ്ട് സീറ്റ് ആവശ്യപ്പെട്ടപ്പോൾ ചാണകം എറിയുമെന്നുള്ള ഭയം മൂലമാകാം ഉടൻ സീറ്റ് നൽകിയത്. 2020 മറ്റൊരു സ്ഥാനാർത്ഥിയായ അഞ്ജലി നായർ നല്ലൊരു നടിയാണ്. നന്നായി അഭിനയിക്കാൻ അറിയാം. എന്നാൽ ജനങ്ങളുമായുള്ള അടുപ്പത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് മേക്കപ്പ് ഇടാതെ വീടിനടുത്തുള്ള കടയിലേക്ക് നടന്നുപോയി സാധനം വാങ്ങിക്കും, അപ്പോൾ കാണുന്നവരോടൊക്കെ സംസാരിക്കുമെന്നതാണ്. അഞ്ജലി നായർ എന്തിനാണ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതെന്ന് അവർക്ക് പോലും മനസ്സിലായിട്ടില്ല. 2020 വേണ്ടി ഏറ്റുമാനൂർ മണ്ഡലത്തിൽ നിന്ന് നടിയും നർത്തകിയുമായ വീണ നായരും മത്സരിക്കുന്നുണ്ട്. ബിഗ് ബോസിൽ നിന്നപ്പോൾ ഉണ്ടായ പെരുമാറ്റ രീതികളും പേരുദോഷവും ഒക്കെ ട്രോളുകളായും റീലുകളായും കമന്റുകളായും ഒക്കെ വന്നത് നമ്മൾ കണ്ടതല്ലേ. അത് അവരുടെ കുടുംബജീവിതത്തെ പോലും ബാധിച്ചിട്ടുണ്ടെന്ന് അവർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. സ്വന്തം പരാധീനതകൾ പറഞ്ഞ പ്രേക്ഷകരുടെ മുമ്പിൽ വിങ്ങിപ്പൊട്ടാറുള്ള വീണ നായരാണ് ഏറ്റുമാനൂരിലെ ജനങ്ങളുടെ പരാധീനതകൾ കേട്ട് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നതെന്ന് ആലപ്പി അഷ്റഫ് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് വിജയിക്കാൻ സാധിക്കുമോ? ജനങ്ങൾ ഇവർക്ക് വോട്ട് ചെയ്യുമോ? വാക്കുകൾ കൊണ്ടല്ല, പ്രവർത്തിച്ച് കാണിക്കുമ്പോഴാണ് ജനങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കണം. അല്ലെങ്കിൽ അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുമെന്ന ഉറപ്പ് ജനങ്ങൾക്കുണ്ടെങ്കിലേ വോട്ട് ചെയ്യൂ. അഭിനേതാക്കളെ ഇഷ്ടപ്പെട്ട വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർ ജയിച്ചിട്ടുമുണ്ട്. ഒന്നും പറയാൻ പറ്റില്ല, കാത്തിരുന്ന് കാണാം. എല്ലാം പ്രവൃത്തിയിലാണ് ഇരിക്കുന്നത്. ബിഗ് ബോസ് ആണെങ്കിലും അല്ലെങ്കിലും എന്ന തരത്തിലാണ് പ്രതികരണങ്ങൾ ഉണ്ടായത്.